ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ എണീറ്റിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് എന്താണ് ഇന്നലെ കുറച്ച് പേര് സ്പെക്സ് വാങ്ങാൻ മറന്നു. അപ്പോൾ സ്പെക്സ് അല്ല കണ്ണട വാങ്ങാൻ പോവാണ് രാവിലെ തന്നെ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ രാവിലെ 7:30 എഴുതി കുളിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അത്രയും കൃത്യനിഷ്ഠ എനിക്ക്. ഒരാളെ എണീറ്റിട്ടില്ല. ശിവേ, ഞങ്ങൾ 4 പേര് കൂടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അതിന് വേണ്ടിട്ട് പോവാണ്. ഇവര് കണ്ടോ നീക്കാൻ മടിയായിട്ട് 2 ഇറങ്ങുന്നത്. ആ ക്ലാസ്സിലുണ്ടോ? അപ്പൊ ഞാനെന്താ അപ്പൊ ഏട്ടൻ മറ്റു ക്ലാസ് കിട്ടും. അത് ഹെവിയാണ്. അപ്പൊ ഞമ്മള് ഹെവി സാധനല്ലേ, അത് വലുതാണ്. ചാച്ചിന് ബ്ലാക്ക് ബോഡി ആയിട്ട് ക്ലോസ് ഒക്കെ ഇട്ടുണ്ട് ക്ലൈസ്. അപ്പൊ നമ്മള് ഷോപ്പിങ്ങിന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാന്. അപ്പൊ നേഹലിന്റെ റൈഡിങ് കാണിക്കുന്നു. കിഷോർ, ചാച്ചു, ഈതീഷാണ് എത്തിയിട്ടില്ല. റൂമിലാണ് നമ്മൾ നേഹലിന്റെ ഷോ കാണാൻ വേണ്ടി വന്നതാണ്. ഇതാക്കിയിട്ടൊന്നും കാര്യമില്ല തോന്നുന്നു. ഹാൻഡ് ബ്രേക്കിലെ വണ്ടി നീങ്ങുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിനി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്ന എൻട്രി ഉണ്ടാവും. സോ ഗൈസ്, കുറേ വീഡിയോസ് വരുന്നില്ല. അപ്പോൾ എല്ലാവരും എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. സെറ്റല്ലേ? നമ്മള് ഇതൊന്നും ഇട്ട സീറ്റ് ബെൽറ്റ് സംസാരം കൂടുതലാക്കി ടോപ്പിക് കൊണ്ടുപോവാം. അപ്പോൾ നമ്മളിനിയില്ലേ കോളേജ് വർക്കുകളും DJ വർക്കുകളും ഇവന്റുകളൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഒരു ഫീലുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളെല്ലാം ചെയ്യുന്നതായിരിക്കും. അതിപ്പോ കടയിൽ നിന്നാണെങ്കിൽ ഞങ്ങളിപ്പോ എന്താ പറയുക, ഒരു പാന്റ് വാങ്ങണം, പിന്നെ 2-3 കോസ്റ്റ്യൂം, 2-3 അക്സറീസ് സാധനങ്ങളൊക്കെ മേടിക്കണ്ട. അപ്പൊ അതിനിറങ്ങിയതാണ്. ഇവിടെ ആണെങ്കിൽ ഒരു കടയും കാണാനില്ല. പിന്നെ മെയിനായിട്ട് ബ്രഷ് വാങ്ങണം. 2-3 ആൾക്കാർ പല്ല് വെച്ചിട്ടില്ല. 28 കിലോമീറ്ററിന് പറഞ്ഞു ടൗണിക്ക്. 8 അല്ലേ? 28. കുറച്ചു ദൂരം പോയോ വന്നിട്ട് ഇല്ലെങ്കിൽ തിരിച്ചിറങ്ങാല്ലേ? തുറന്നുണ്ടോ? തുറന്നിട്ടുണ്ടാവില്ലയോ? എന്തിനാ അങ്ങോട്ട് പോകാനല്ലേ? നീ അവിടുന്ന് ഡ്രസ്സ് മേടിച്ച് പിന്നെ വേറെ മേടിക്കാനൊന്നുമില്ല. പാന്റ് മേടിക്കാനുള്ളൂ മെയിനായിട്ട്. ഫ്രഷ് ഒക്കെ അവിടെ നിന്ന് മേടിക്കാലോ. കണ്ണട അവിടെ ഉണ്ടാവേ. അതൊക്കെ അവിടെ ഉണ്ടാവില്ലേ? കണ്ണട വാങ്ങണ്ടേ? കട്ടായിട്ട് കയറണ്ടേ? അപ്പൊ അങ്ങനെ നമ്മൾ കട കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരെ വിളിച്ചു നോക്കുന്നു. കട തുറന്നിട്ടുണ്ട് തോന്നണു. നമുക്ക് പോയി നോക്കാം. നമ്മൾ പാന്റ് എടുക്കാൻ വന്നിട്ടുണ്ട്. സംഭവം ഇന്നലെ രാത്രി പറഞ്ഞാണ് എല്ലാവരും, അല്ല മിനിഞ്ഞാന്ന് രാത്രി പറഞ്ഞാണ് എല്ലാവർക്കും പാന്റ് എടുക്കണം, എല്ലാം എടുക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. പക്ഷേ നമ്മൾ എല്ലാം ടൈമിങ്ങിലാണ്.
നല്ല നല്ല ജാക്കറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇപ്പോൾ 4 പാൻറ്റ് കൊടുത്തിട്ട് കൂടുതലാണ് വിചാരം. അല്ല നോക്ക് എന്താ ചെക്ക് നമ്മൾ ഡ്രസ്സ് മേടിച്ചു പോവാണ്. ഡ്രസ്സ് മേടിച്ചോ? പാൻറ് വാങ്ങി. ഇനി കുറച്ച് അക്സസറീസ് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി നോക്കിയിട്ട് റൂം പോവാണ്. റോഡ് സേഫ്റ്റി നിയമങ്ങൾ നമ്മൾ പാലിച്ചിട്ടാണ് നമ്മൾ ബൈക്കിന്റെ ആക്സസറീസ് കിട്ടുന്ന സ്ഥലം എവിടെയൊക്കെയാണേ. അന്നെങ്കിൽ ആക്സസറീസ് കിട്ടുന്നത് എവിടെയാണ്? സോങ് വെക്കാല്ലേ? അതാ നല്ലത്. ഞാനൊന്നും കൊണ്ടണ്ട. ഹോട്ടൽ വിനായക. നമുക്ക് ഒരു 2 മാളുടെ പ്ലസ് പോയാലും വണ്ടിക്ക് എൻട്രി ആക്കി മുല്ലപ്പൂ ചൂടിയിട്ടൊക്കെ. അഭിഷേകിന്റെ വണ്ടി. വണ്ടിയുടെ പേര് അഭിഷേക്, ബസിന്റെ പേര്. കുറച്ച് എന്തെങ്കിലും പറയും. നമ്മളില്ലേ ഒരു മനുഷ്യനാവാൻ പഠിക്കണം. പിന്നെ നമ്മൾ ആ മനുഷ്യനിൽ നിന്ന് വ്യക്തിയാവാൻ പഠിക്കണം. കേട്ടെ ഓരോ വള്ളിത്തരങ്ങൾ പറയുക. അപ്പൊ നമുക്ക് ഇനി കോളേജ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ ഇവിടുത്തെ കുറച്ച് പിള്ളേരുടെ കുറച്ച് പീരീഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നാളെയാണ് നാട്ടിൽ പോകുള്ളൂ. അങ്ങനെ അതൊരു പ്ലാനിങ്. നാളെ എന്ന് പറയുമ്പോ പലരുടെയും കണ്ണ് തുറക്കും. നാളെ എന്ന് പറഞ്ഞാൽ കോളേജ് അറ്റൻഡൻസ് ഇല്ല. അറ്റൻഡൻസ് വേണം നമുക്ക്. പുലർച്ചെ എത്തും. എന്റർടൈൻമെന്റ് അല്ലേ? ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ പാക്ക് ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് പോവാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശിവ നേഹലിപ്പോൾ കുളിക്കാൻ കണ്ടിട്ടുള്ളൂ. നമ്മൾ ചെക്കൗട്ട് ചെയ്യാനുണ്ട്. നമ്മൾ നേരെ കോളേജിൽ പോവാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാം. അപ്പം നമുക്കിനി പോകുമ്പോൾ കാഴ്ചകളുണ്ടാവും. നമ്മുടെ പാക്കിങ് കഴിഞ്ഞു പോവാണ്. ഒരു മാസം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അവര് ചായ എടുത്തല്ലേ? വണ്ടര ചായ എടുത്തോ? ഒട്ടണ്ട ടയർ കിടക്കും. നമ്മുടെ വണ്ടി വണ്ടി
ചെറിയ ബാഗ് ഫ്രണ്ടിൽ വെക്കാം, വലുത് വെച്ചാൽ മതി ഇവിടെ. ആ മറ്റേ ബാഗ് വെക്കണം കേട്ടോ, അത് കടത്തി വെക്ക്. അങ്ങനല്ല, മറ്റേ ബാഗ് നിർത്തിക്ക്, അങ്ങനെ നിർത്തിക്ക്. എല്ലാവരും സെറ്റല്ലേ? ചാച്ചു എത്തിയിട്ടുണ്ട്, ഗിരീഷ് ബ്രോ, ശിവ ബ്രോ. അപ്പോൾ കഴിച്ച് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാം സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് വഴിയെ ഓരോ പങ്കെടുക്കാം. കോളേജിന്റെ മെയിൻ ഗേറ്റിൽ എത്തിയിരിക്കണോ, ഒക്കെ ടെൻഷൻ അടിച്ചിട്ട്. ആർക്ക് ടെൻഷനൊന്നുമില്ല ഇല്ലല്ലേ? അല്ലാണ്ട് ഇവിടെ ലെഫ്റ്റ് വരിട്ടല്ലേ ചുവന്ന ബിൽഡിംഗ്. പാപ്പാന്റെ രണ്ടാം ഭാര്യ വാഹനം പോണത്. Your destination will be on the right. പക്ഷെ ഇത് തെറ്റൊക്കെ റോഡ് ഇങ്ങോട്ട് കാണിക്കണേ. ആ തന്നെ തന്നെ തന്നെ. Turn right. Then turn right. ഇതാണോ വുമൻസ് കോളേജ്? Make a U-turn. നമ്മളപ്പോ എത്തിയേക്കാണ്. ഇനി ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ച. രാജു രാജു എന്തെങ്കിലും പറയും, എന്തെങ്കിലും പറയും, രാജു രാജു എന്തെങ്കിലും പറയും. അപ്പോൾ നമ്മളെവിടെ എത്തി? ഇപ്പോൾ കാഴ്ച നമ്മള് കോളേജിന്. അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കോളേജിൽ പോയി കോളേജിൻ്റെ ഉള്ള റൂമിൽ എത്തിയിട്ട് നമ്മൾ പറഞ്ഞായിരിക്കും. ഓക്കെ, കൈ തിറക്കുന്നു. ഞാൻ നമ്മുടെ എനിക്കില്ലേ വേറെ സംഭവമുണ്ട്. ഇവര് 3 പേരും പാടും, പക്ഷെ സ്പെഷ്യലായിട്ട് ഒരാൾ വരുന്നുണ്ട്. ആരാവും? ആ എൻട്രി ഇതില് വീഡിയോയിൽ വരും. ആ എൻട്രി നിങ്ങൾ കണ്ടോ? അത് വെറൈറ്റി ഒരു എൻട്രി. സ്പെഷ്യലായിട്ട് ഫെജോ കയറി വരുന്നൊക്കെ പറയുന്നത്. കേജോ. ഇത് കിഷോർ കെജോ. ഇന്നത്തെ പരിപാടിക്ക് ഇന്ന് സ്റ്റോറി ഉണ്ടാ പറയണ മഹാനാണ് ഈ ഇരിക്കണത്. ഇന്നത്തെ പരിപാടിക്ക് സ്റ്റോറി ഇന്നല്ലേ ഇടുക അല്ലേ? ഈ പറയാൻ എന്താ പറയാ അല്ലേ? ഇപ്പൊ ടീം ഇല്ല. അപ്പൊ ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് വന്നവരാണെന്ന് പറയണില്ല നിങ്ങള് പ്രോഗ്രാം കഴിഞ്ഞു. ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ ഈ വ്ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രോഗ്രാം എത്രത്തോളം ഹൈപ്പ് ആയിട്ടുണ്ടെന്ന്. സോ വ്ലോഗ് എന്തായാലും കാണാം. നമ്മുടെ വീഡിയോസ്, ഡാൻസിന്റെയും കാര്യങ്ങളും വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ വരും കേട്ടോ. അപ്പൊ എന്താ ഇതിപ്പോ നമ്മള് ഷവർമ അല്ല സോമ എങ്ങനെയുണ്ട്?